ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം എവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം എവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദാഉ വദ്ദവാ എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട ഒരു ഫത്വക്ക് ഉത്തരം പറയുകയാണ്. തിന്മയിൽ അകപ്പെട്ടു പോവുകയും പ്രത്യേകിച്ചും ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗം ബാധിച്ചയാളുകൾ, വ്യഭിചാരം, അതേപോലെ സ്വർഗ ലൈംഗികത, പ്രണയം പോലുള്ളതായ രോഗങ്ങൾ ഹൃദയത്തിനെ ബാധിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ വരികയും ചെയ്ത ഒരു മനുഷ്യൻ, ഒരു സഹോദരൻ ചോദിച്ച ചോദ്യത്തിന് വളരെ ദീർഘമായി മറുപടി പറയുകയാണ്. അതിന്റെ പ്രത്യാഘാതങ്ങളും അതുമൂലം ഒരു മനുഷ്യന് ദുനിയാവിലും ശേഷം പാരത്രിക ലോകത്തും നേരിടേണ്ടി വരുന്ന പരിണിത ഫലങ്ങളെ സംബന്ധിച്ചുമെല്ലാം വിശാലമായി സംസാരിച്ചതിന് ശേഷം ഇതിനുള്ള ചികിത്സയെ സംബന്ധിച്ചാണ് ഇനി സംസാരിക്കുന്നത്. ഇമാം അവറുകൾ പറയുകയുണ്ടായി, ഇങ്ങനെയുള്ള ഒരു രോഗം ഒരാൾക്ക് ബാധിച്ചാൽ അതിന് മരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നഅം, മരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഒരു പ്രയാസം അനുഭവിച്ചു വരുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും അനുകൂലമായ, മനസ്സിന് സംതൃപ്തമായ ഒരു മറുപടിയാണ് അതെ, മരുന്നുണ്ട്. ഈ ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ, ഉത്തരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇമാം അവർകൾ ഇത് പറയുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിട്ട് മാ അൻസലല്ലാഹു സുബ്ഹാനഹു മിൻ ദാഇൻ ഇല്ലാ ജഅല ലഹു ദവാഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു രോഗത്തെ ഇറക്കിയിട്ടുണ്ടോ അതിന് മരുന്നും ഇറക്കാതെ ഇരുന്നിട്ടില്ല. ഏത് രോഗമാണോ അതിന് മരുന്നുണ്ട്, ചികിത്സയുണ്ട്. അത് മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളാകട്ടെ, ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളാകട്ടെ. എന്നിട്ട് അതിന്റെ ചികിത്സയെ സംബന്ധിച്ച് പറയുകയാണ്. ഇതിന് രണ്ട് മാർഗത്തിലൂടെയാണ് ചികിത്സ. ഒന്ന്, ഹസ്മു മാദ്ദതിഹി ഖബ്ല ഹുസൂലിഹ. ഒരാൾക്ക് ഈ രോഗം വന്ന് പിടിപെടുന്നതിന് മുമ്പ് അതിനെ പ്രതിരോധിക്കലാണ്, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലാണ്. മറ്റൊന്ന് ഖൽഉഹാ ബഅദ നുസൂലി. ഈ രോഗം ഒരാളുടെ ഹൃദയത്തിനെ ബാധിച്ചാൽ അതിനെ പിഴുതെടുത്ത് കളയേണ്ടത് എങ്ങനെയാണ്? ഇത് രണ്ടുമാണ്. ഏത് രോഗവും അങ്ങനെയാണ്. മനുഷ്യരുടെ ശരീരത്തിനെ ബാധിക്കുന്ന ബാഹ്യമായ രോഗങ്ങളാകട്ടെ, ആന്തരികമായ രോഗങ്ങളാകട്ടെ, അതിന് ഈ പറയുന്ന രണ്ട് ചികിത്സയാണ് ഏത് രോഗത്തിനും. ഒന്ന് അത്തിബുൽ വിഖാഇ,
പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഹദീസുകളിൽ പല സ്ഥലങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ പല രോഗങ്ങൾക്കും ഈ അത്തിബുൽ വിഖായി, പ്രതിരോധപരമായ മെഡിസിൻ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അത് ശാരീരികമായ രോഗത്തിനുള്ളതുപോലെ തന്നെ മാനസിക രോഗങ്ങൾക്കുമുണ്ട്. അതേപോലെ തന്നെ അത്തിബുൽ ഇലാജി, രോഗം ബാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ചികിത്സിച്ചു മാറ്റാം. ഇത് രണ്ടും പ്രധാനമാണ്. രോഗം ബാധിച്ചതിന് ശേഷം ചികിത്സിച്ചു മാറ്റുന്നതിനേക്കാൾ എളുപ്പമായ മാർഗം ആ രോഗം അവൻ വന്ന് പിടിപെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്, പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇമാം അവർകൾ പറയുകയാണ്, വകിലാഹുമാ യസീറുൻ അലാ മൻ യസ്റഹുല്ലാഹു അലൈഹി. ഈ രണ്ട് മാർഗവും വളരെ എളുപ്പമുള്ള കാര്യമാണ്, എളുപ്പമുള്ള ചികിത്സയാണ്. ആർക്കാണോ അള്ളാഹു എളുപ്പം ചെയ്യുന്നത് അവരുടെ മേൽ. വമുതഅദ്ദിറുൻ അലാ മൻ ലം യുഇൻഹുല്ലാഹ് ഫഇന്ന അസിമത്തൽ ഉമൂരി ബിയദൈഹി. എന്നാൽ ഏതൊരുവന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ സഹായം ചൊരിയുന്നില്ലയോ അവനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസകരം തന്നെയാണ്. അപ്പോ കാര്യങ്ങളുടെ കടിഞ്ഞാൺ അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഒന്നാമതായി ഈ വിഷയത്തിൽ ചികിത്സക്ക് മുതിരുന്ന ഒരാൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ സഹായം ചോദിക്കുക എന്നുള്ളതാണ്. അള്ളാഹു ഉദ്ദേശിച്ചാലേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു മനുഷ്യനും അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുക, അവനെ ആശ്രയിക്കുക, അവനോട് ദുആ ചെയ്യുക. അവനാണ് ഈ രോഗങ്ങളെ, ഏത് രോഗങ്ങളെയാകട്ടെ ശിഫ നൽകുന്നവൻ അവൻ മാത്രമാണ് എന്ന പൂർണ്ണ ബോധ്യം ഹൃദയത്തിൽ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതത്തിലും പ്രദോഷത്തിലുമെല്ലാം ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ കാണാം, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹുവിനോട് സഹായം ചോദിക്കുകയാണ്. ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവേ, നിന്റെ റഹ്മത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് സഹായം ചോദിക്കുകയാണ്. എന്റെ കാര്യങ്ങൾ മുഴുവനും നീ നന്നാക്കി തരണം. എന്റെ കാര്യത്തെ കണ്ണ് ചിമ്മി തുറക്കുന്ന നേരത്തേക്ക് പോലും എന്നെ ഏൽപ്പിക്കരുത്, എല്ലാം നീ ചെയ്തു തരണം. ഇത് രാവിലെയും വൈകുന്നേരവും പറയുന്നത് ഹൃദയത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മുടെ കാര്യങ്ങൾ ശരിയാക്കി തരുന്നവൻ, പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകുന്നവൻ, മനസ്സിന് സന്തോഷം നൽകുന്നവൻ, രോഗങ്ങളെ മാറ്റിത്തരുന്നവൻ അല്ലാഹുവാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്കിറങ്ങുകയാണ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ പറഞ്ഞാൽ അവന് സന്മാർഗം നൽകപ്പെടുന്നതാണ്, അപകടങ്ങളിൽ നിന്ന് സുരക്ഷയേകുന്നതാണ്, അവന് മതിയായിരിക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു നിർവഹിച്ചു കൊടുക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. അതിനുശേഷം ഇമാം അവറുകൾ പറയുകയാണ്, ഫഅമ്മ ത്വരീഖുൽ മാനിഉ മിൻ ഹുസൂലി ഹാദാ ദാ ഫഅംറാൻ. ഒന്നാമത്തെ ചികിത്സ, അതായത് അത്തിബുൽ വിഖായി, പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അത് ഈ രോഗം ഒരാളിലേക്ക് വന്ന് ചേരുന്നതിനെ തൊട്ട് തടയുന്ന മാർഗം ഫഅംറാനി, രണ്ട് കാര്യങ്ങളാണ്. ഒരാൾ ഈ രോഗം അവനെ വന്ന് പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട, നൽകേണ്ട പ്രധാനപ്പെട്ട ചികിത്സ രണ്ട് ചികിത്സകളാണ്. അതിൽ ഒന്നാമത്തേത് ഗദ്ദുൽ ബസർ കമാ തഖദ്ദം, അവന്റെ കണ്ണ് ചിമ്മാൻ പഠിക്കുക എന്നുള്ളതാണ്. അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കാതെ അതിനെ തൊട്ട് കണ്ണിന് തിരിച്ചുവിടുക, ഹറാമുകൾ കാണാതിരിക്കുക, നിഷിദ്ധമായ കാര്യങ്ങളിലേക്ക് നോക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചികിത്സാ മാർഗം. കാരണം നോട്ടം എന്നുള്ളത് ഇബ്ലീസിന്റെ വിഷം പുരട്ടപ്പെട്ട അമ്പാണ് എന്നുള്ളതാണ്. ഇബ്ലീസ് ഒരു മനുഷ്യനെ പിഴപ്പിക്കാൻ, നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന, അവൻ ഇരകളെ വേട്ടയാടി പിടിക്കാൻ ഉപയോഗിക്കുന്ന അമ്പുകളിൽ വിഷം പുരട്ടിയ അമ്പാണെന്ത്? നോട്ടം എന്നുള്ളത്. വമൻ അത്ലഖ ലഹദാതിഹി ദാമത് ഹസറാതു, ഏതൊരുവനാണോ തന്റെ കണ്ണിനെ വെറുതെ തുറന്നു വിട്ടിരിക്കുകയാണ്, സ്വതന്ത്രമായി ഏതും കാണുന്നു, കണ്ണിന് യാതൊരു നിയന്ത്രണവുമില്ല, എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഖേദങ്ങൾ നിത്യമായിരിക്കും, ദുഃഖങ്ങൾ അവനെ പിടികൂടിക്കൊണ്ടിരിക്കും. വഫീ ഗദ്ദിൽ ബസരി
ഇദ്ദത്തു മനാഫിഅ. ആരാണോ കണ്ണിനെ നിയന്ത്രിക്കുന്നവൻ, കണ്ണ് ചിമ്മാൻ പഠിച്ചിരിക്കുന്നവൻ, അതിനെ നിയന്ത്രിക്കുന്നവൻ ആരാണോ അവന് ധാരാളം നേട്ടങ്ങളുണ്ട്. വഹുവ ബഅദു അജ്സാഇ ഹാദാ ദവാഇ നാഫിഅ. ഈ പ്രയോജനപ്രദമായ മരുന്നിൽ ചികിത്സയുടെ ചില ഭാഗങ്ങളാണ് ആ നേട്ടങ്ങളെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളത്. അതിനുശേഷം ഇമാം അവറുകൾ വളരെ പ്രധാനപ്പെട്ട കണ്ണ് ചിമ്മുന്നതിന്റെ സവിശേഷതകൾ 10 ഫായിദകൾ ഇവിടെ എണ്ണി പറയുകയാണ്. കണ്ണ് ചിമ്മുക എന്നുള്ളത് ഇതുപോലുള്ള മ്ലേച്ഛ പ്രവർത്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ല പരിപാടിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം, ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്, നബിയെ മുഅ്മിനീങ്ങളോട് പറയണം, അവർ അവരുടെ കണ്ണുകൾ അവർ ചിമ്മട്ടെ നിഷിദ്ധങ്ങളിൽ നിന്ന്, അവരുടെ ഗുഹ്യാവയവങ്ങളെ ലൈംഗികാവയവങ്ങളെ അവർ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. അപ്പോ അവരുടെ ലൈംഗികാവയവങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ, അതിനെ സൂക്ഷിക്കണമെങ്കിൽ, ഹറാമുകളിൽ നിന്ന് അതിനെ കാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? കണ്ണ് ചിമ്മുക എന്നുള്ളതാണ്. അവർ ലൈംഗിക വിശുദ്ധി പ്രാപിക്കാൻ ഒന്നാമത് ചെയ്യേണ്ട കാര്യം കണ്ണിനെ സൂക്ഷിക്കലാണ്. അതുകൊണ്ടാണ് ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കുന്നതിന്, അതിനെ സംബന്ധിച്ച് പറയുന്നതിന് തൊട്ടു മുമ്പ് എന്ത് പറയുന്നത്? കണ്ണിന് ചിമ്മാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ന് കാണാൻ സാധിക്കും. ഇത് പരിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് നൽകിയിരിക്കുന്ന കൽപ്പനയാണ്, കണ്ണ് ചിമ്മുക എന്നുള്ളത്. മാത്രമല്ല ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മാരകമായ ഈ രോഗത്തിന് ചികിത്സയായി ഒന്നാമത് പഠിപ്പിക്കുന്ന ചികിത്സ എന്താണ്? കണ്ണ് ചിമ്മലാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ കണ്ണ് ചിമ്മുന്നതിന്റെ സവിശേഷത അല്ലെങ്കിൽ അതിന്റെ നേട്ടം വിവരിക്കുമ്പോൾ, അതിന്റെ അപകടങ്ങളെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിക്കുമ്പോൾ, അന്നുണ്ടായിരുന്ന അവസ്ഥകൾ എന്താണോ അതിനേക്കാൾ വളരെ അപകടം പിടിച്ചിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജീവിച്ചിരിക്കുന്നത്. അക്കാലത്ത് കണ്ണ് തുറന്നു വിട്ടാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എത്രയാണോ, അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ എന്താണോ, അതിനേക്കാൾ 10 മടങ്ങ് എന്ത് ചെയ്തിരിക്കുന്നു? അപകടങ്ങൾ വ്യാപിച്ചിരിക്കുകയാണ്. കണ്ണുകൊണ്ട് ഒരു മനുഷ്യൻ അകപ്പെടുന്ന ഹലാക്കുകൾ, നാശങ്ങൾ, ഷർറുകൾ അത് വളരെയധികം വ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിഷയം. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് തർബീത്ത് ചെയ്ത് കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നല്ല രീതിയിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കരങ്ങളിലുള്ള സ്മാർട്ട് ഫോണുകളെല്ലാം വളരെയധികം അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. മനുഷ്യർ ഈ വിഷയത്തിൽ വലിയ അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കുന്ന പല പല കെണികൾ, വലയങ്ങൾ ശൈത്വാൻ വിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത് ലഭിച്ച ഒരു വാർത്ത വളരെ ദുഃഖിപ്പിക്കുന്ന, ഇതിന്റെ വലിപ്പം എത്രത്തോളമാണെന്ന് പറയാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ മക്കൾ, അതായത് ഇസ്ലാമിക സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന മക്കൾ വരെയും 15 20 വയസ്സായ വലിയ മുതിർന്ന കുട്ടികളല്ല, 8 10 12 വയസ്സായ ചെറിയ കുട്ടികൾ, അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി അവന്റെ കുടുംബത്തിൽപ്പെട്ടിരിക്കുന്ന മറ്റൊരാൾ ചില അശ്ലീല വീഡിയോകൾ ഉമ്മയുടെ ഫോൺ എടുത്തുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവനോട് പറയുകയാണ്, നിന്റെ ഉമ്മയുടെ ഫോൺ എടുക്കുക, എന്നിട്ട് ഇന്ന സ്പെല്ലിങ്ങുകൾ അടിച്ചു കൊടുക്കുക, അപ്പൊ നിനക്കും ഇതുപോലുള്ളത് കാണാം. അവനത് വന്ന് വീട്ടിൽ പ്രാവർത്തികമാക്കുന്നു. അതിനുശേഷം അവൻ പഠിക്കുന്ന സ്കൂളുകളിൽ പോയി സഹപാഠികളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അവരവരുടെ വീടുകളിൽ പോയി എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യും. എന്നിട്ട് കാണുന്ന ദുശ്ശീലങ്ങൾ അത് അവരുടെ സ്കൂളുകളിലും പാഠശാലകളിലും വന്ന് രഹസ്യമായ നിലയിൽ പ്രാവർത്തികമാക്കുന്നു. ഇത് പറയുന്നത് വലിയ മുതിർന്ന കുട്ടികളല്ല, പ്രായമായ 15 20 വയസ്സായ ആളുകളല്ല, വളരെ ചെറിയ ഇസ്ലാമിക സാഹചര്യങ്ങളിൽ ജീവിക്കാൻ പരിശ്രമിക്കുന്ന കുടുംബങ്ങളിൽ വരെയും ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോ ഇതുപോലുള്ള കാര്യങ്ങൾ സൂക്ഷിക്കൽ നാം വളരെ നിസ്സാരമായിട്ടായിരിക്കും പലപ്പോഴും കാണുന്നത്. ഫോണിന്റെ ഉപയോഗവും മറ്റുമെല്ലാം വളരെയധികം ജാഗ്രത പാലിക്കേണ്ട കാര്യമാണ്. ഒരു മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കൾ അവരുടെ ഫോൺ ഉപയോഗിക്കുന്നത് തടയാൻ സാധിക്കുന്നില്ല എങ്കിൽ, അത് ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ഫോൺ അവൻ ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത്. അത് തല്ലിപ്പൊളിച്ച് കളയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹൈർ.
തന്റെ മക്കളുടെ, ഭാര്യമാരുടെ, തന്റെ കുടുംബത്തിന്റെ ഈമാനിന് കോട്ടം പറ്റുന്ന നിലയിൽ അവരത് ദുരുപയോഗം ചെയ്യുന്നതിൽ നിന്ന് ഒരാൾക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് വലിയ അപകടമാണ്. തന്റെ കുടുംബത്തെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം അത് പൊളിച്ചു കളയുക എന്നുള്ളതാണ്, നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അപ്പോ ഈ കാലം വളരെ അപകടം പിടിച്ചതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതിന്റെ ചികിത്സയായി ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ഇത് പറഞ്ഞപ്പോൾ അന്ന് എത്രത്തോളം അപകടകരമാണോ അതിനേക്കാൾ വലിയ രീതിയിൽ അപകടം നിറഞ്ഞിരിക്കുന്നതാണ് കണ്ണിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. അതിന്റെ നേട്ടങ്ങളിൽ ഒന്നാമതായി ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നു, അന്നഹു ഇംതിസാലുൻ ലിഅംരില്ലാഹ്. കണ്ണിനെ ആരെങ്കിലും നിയന്ത്രിച്ചാൽ, കണ്ണ് ചിമ്മാൻ പഠിച്ചാൽ അതിന്റെ ഒന്നാമത്തെ നേട്ടം അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ കൽപ്പനക്ക് അവൻ വഴിപ്പെടുന്നു എന്നുള്ളതാണ്. അല്ലദീ ഹുവ ഗായതു സആദത്തിൽ അബ്ദി ഫീ മആശിഹി വ മആദി. അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത് അതാണ് ഒരു മനുഷ്യന്റെ ഇഹലോകത്തും പരലോകത്തും അവന്റെ സൗഭാഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങേയറ്റത്തെ ലക്ഷ്യം എന്ന് തന്നെയാണ് അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതാണ്, അത് മുഖേനയാണ് ഒരാൾക്ക് ഇഹലോകത്തും പരലോകത്തും സൗഭാഗ്യം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾക്ക് സന്തോഷം വേണോ, സമാധാനം വേണോ, സുരക്ഷ വേണോ, അവൻ ചെയ്യേണ്ടത് അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്. കണ്ണ് ചിമ്മുന്നത് മുഖേന അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്നുള്ളതാണ്. ഫലൈസ ലിൽ അബ്ദി ഫീ ദുനിയാഹു വ ആഖിറതി അൻഫഉ മിൻ ഇംതിസാലി അവാമിരി. ഒരു അടിമക്ക് ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും പ്രയോജനപ്രദമായ വേറൊരു കാര്യവുമില്ല അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിനേക്കാൾ. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കലാണ് ഒരു മനുഷ്യന് ഏറ്റവും പ്രയോജനപ്രദമായ കാര്യം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ ഈ വാക്യത്തെ വിശദീകരിക്കുന്നിടത്ത് അല്ലാമ അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിദഹുള്ള പറയുന്നത് കാണാം, കണ്ണ് ചിമ്മുന്നതിന്റെ നേട്ടമായിട്ട് ഈ ഗുണമല്ലാതെ വേറെ ഒരു ഗുണമില്ലെങ്കിലും ഇത് തന്നെ മതി കണ്ണൊരാൾക്ക് നിയന്ത്രിക്കാൻ. അവൻ അള്ളാഹുവിനെ എന്ത് ചെയ്യുന്നു, അനുസരിക്കുന്നു എന്നുള്ളതാണ്. വമാ ഷഖിയ മൻ ഷഖിയ ഫിദ്ദുനിയ വൽ ആഖിറ ഇല്ലാ ബിതദ്യീഇ അവാമിരി. നശിച്ചവർ നശിക്കാൻ കാരണം എന്താണ്? ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെ കൽപ്പനകളെ പാഴാക്കുന്നു എന്നുള്ളതാണ്. വിജയിച്ച ആളുകൾ വിജയിക്കാൻ ഏറ്റവും പ്രധാന നിമിത്തം, അതിനുള്ള കാരണം എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നു എന്നുള്ളതാണ്. ആദം അലൈഹിസ്സലാം മുതൽ നൂഹ് അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് ചരിത്രം പഠിപ്പിക്കുന്നത് തന്നെയാണ്. വിജയിച്ചിരിക്കുന്നതായ അമ്പിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, സുദ്ദീഖുകൾ, ഇവരെല്ലാം വിജയിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പരാജയപ്പെട്ട ഏത് ആളുകൾ പരാജയപ്പെട്ടോ അതിന്റെ നിദാനം എന്താണ്? അള്ളാഹുവിനെ അനുസരണക്കേട് കാണിച്ചു എന്നുള്ളതാണ്. അത് നൂഹ അലൈഹിസ്സലാമിന്റെ സമൂഹമാണെങ്കിലും ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹമാണെങ്കിലും ഏത് സമൂഹവും, ഫറോവയാണെങ്കിലും നമ്രൂദാണെങ്കിലും അവരുടെ സമൂഹങ്ങളാണെങ്കിലും നശിക്കാനുള്ള കാരണം അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചു. ഏത് സമൂഹവും വിജയിക്കാനുള്ള കാരണം അള്ളാഹുവിനെ അനുസരിച്ചു എന്നുള്ളതാണ്. അപ്പോ കണ്ണു ചുമ്മുന്നത് മുഖേന എന്ത് ചെയ്യുന്നു? ഒരാൾക്ക് അള്ളാഹുവിനെ അനുസരിക്കാൻ സാധിക്കുന്നു. അള്ളാഹുവിനെ അനുസരിക്കുന്നതിലാണ് ഒരാളുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയം എന്നുള്ളതാണ് ഒന്നാമത്തെ ഫായിദ. രണ്ടാമത്തെ ഫായിദ അന്നഹു യംനഉ മിൻ വുസൂലി അഥരി സഹ്മിൽ മസ്മൂം അല്ലദീ ലഅല്ല ഫീഹി ഹലാകു ഇലാ ഖൽബി. ഒരാൾ കണ്ണിനെ നിയന്ത്രിക്കുന്നത് മുഖേന അവൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷം പുരട്ടിയിരിക്കുന്നതായ ഷൈത്വാനിന്റെ, പിശാചിന്റെ അമ്പ്, അതിന്റെ അസർ, അതിന്റെ പ്രതിഫലനം, അതിന്റെ റിസൾട്ട് അവന്റെ ഹൃദയത്തിലേക്ക് വന്നു ചേരുന്നതിനെ തൊട്ട് എന്ത് ചെയ്യാൻ പറ്റും? തടുക്കാൻ സാധിക്കും. ഒരു പക്ഷേ ഈ അമ്പായിരിക്കാം അവന്റെ ഹൃദയത്തിലേക്ക് വലിയ നാശം വിളിച്ചുകൊണ്ടുവരുന്നത്. അവൻ വലിയ നാശത്തിലകപ്പെടാനുള്ള കാരണം ഇതായിരിക്കും. അപ്പൊ അവന്റെ ഈ വിഷം മുട്ടപ്പെട്ടിരിക്കുന്ന അമ്പിന്റെ അസറുകൾ, അതിന്റെ പ്രതിഫലനങ്ങൾ അവനെ ബാധിക്കുന്നതിനെ തൊട്ട് തടുക്കാൻ എന്ത് ചെയ്യും? സാധിക്കും. ഷൈത്വാൻ അവൻ അമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ കെണിയിൽ വീഴ്ത്താൻ സാധിക്കുക അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് കണ്ണിന് എന്ത് ചെയ്യുന്നു? ഹറാമുകളിലേക്ക് വിടുന്നു എന്നുള്ളത്. കണ്ണിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ ഷൈത്വാൻ തൊടുത്തു വിടുന്ന ഈ അമ്പിന് എന്ത് ചെയ്യാൻ സാധിക്കും? അതിന്റെ പ്രതിഫലനങ്ങളെ അവന്റെ ശരീരത്തിലേക്ക് എത്താതെ, അവന്റെ ഹൃദയത്തിലേക്ക് എത്താതെ തടുക്കാൻ എന്ത് ചെയ്യും? അവന് സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഫായിദ അന്നഹു യൂരിസുൽ ഖൽബ ഉൻസൻ ബില്ലാഹി
വജംഇയ്യതൻ അലൈ. ഇത് മുഖേന ഹൃദയത്തിന് അത് അനന്തരമായി നൽകുന്നത് എന്താണ്? ഒരാൾ കണ്ണിനെ നിയന്ത്രിച്ചാൽ അവന്റെ ഹൃദയത്തിന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഹൃദയത്തിന് അനന്തരമായി അള്ളാഹുവുമായിട്ടുള്ള ഉൻസ്, അള്ളാഹുവുമായിട്ടുള്ള അടുപ്പത്തിന്റെ സന്തോഷം അത് ആസ്വദിക്കാൻ സാധിക്കും. വജംഇയ്യതൻ അലൈ, ഹൃദയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ, അവന്റെ ദിക്റുകൾ ഏകോപിപ്പിക്കാൻ, ഏകാഗ്രത നേടിയെടുക്കാൻ എന്ത് ചെയ്യുന്നു? അവന് സാധിക്കുന്നു. ഫഇന്ന ഇത്ലാഖൽ ബസരി യുഫല്ലിഖുൽ ഖൽബ വയുശത്തിതു. ഏതൊരുവനാണോ അവന്റെ കണ്ണിനെ തുറന്നുവിടുന്നത്, അഴിച്ചുവിടുന്നത്, കണ്ണിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, എന്നാൽ അത് അവന്റെ ഹൃദയത്തെ ഛിന്ന ഭിന്നമാക്കി കളയും. അവന്റെ ഹൃദയത്തെ എന്ത് ചെയ്യും? പല പല ചിന്തകളിലേക്ക് നയിക്കുന്നതാണ്. അവൻ സകല സ്ഥലങ്ങളിലേക്ക് നോക്കുകയാണ്. എന്നാൽ സ്വാഭാവികമായും ആ നോട്ടങ്ങളെല്ലാം പല പല ചിന്തകൾ എന്ത് ചെയ്യും? അവന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരും. അവന്റെ ചിന്തയെ ഏകോപിപ്പിക്കാൻ, അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവന്റെ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹൃദയത്തെ ഏകാഗ്രമാക്കി മുന്നോട്ട് സഞ്ചരിക്കാൻ എന്ത് ചെയ്യൂല? സാധിക്കൂല. പക്ഷെ അവന്റെ മുന്നിൽ വ്യത്യസ്ത കാഴ്ചകളാണ്. അവൻ എവിടേക്കെല്ലാം നോക്കുന്നു, ഈ കാഴ്ചകൾ വ്യത്യസ്ത ചിന്തകൾ അവന്റെ മനസ്സിലിട്ട് കൊടുക്കുന്നു. ഈ ചിന്തകൾ എന്ത് ചെയ്യും? അവനെ നശിപ്പിക്കും. വയുബഇദുഹു അനില്ല, അത് അള്ളാഹുവിനെ തൊട്ട് അവൻ എന്ത് ചെയ്യും? വിദൂരമാക്കും. വലൈസ അലൽ ഖൽബി ഷൈഉൻ അദറു മിൻ ഇത്ലാഖിൽ ബസർ. കണ്ണിനെ ഇങ്ങനെ തുറന്നു വിടുന്നതിനേക്കാൾ വലിയ അപകടകാരിയായിട്ട് വേറൊരു വസ്തുവും ഹൃദയത്തിനില്ല. ഹൃദയത്തെ അപകടത്തിൽപ്പെടുത്തുന്ന ഏറ്റവും അപകടകരമായ കാര്യം എന്താണ്? കണ്ണിനെ നിയന്ത്രിക്കുന്നില്ല എന്നുള്ളതാണ്. കണ്ണ് എന്ത് ചെയ്യുന്നു? സ്വതന്ത്രമായി വിടുന്നു എന്നുള്ളതാണ്. ഫഇന്നഹു യൂരിസുൽ വഹ്ശത ബൈനൽ അബ്ദി വറബ്ബി. ആരാണോ കണ്ണിനെ നിയന്ത്രിക്കാത്തവൻ, അത് അവന്റെയും അവന്റെ റബ്ബിന്റെയും ഇടയിൽ വഹ്ശത്തുണ്ടാക്കുന്നതാണ്, ഉൻസ് ഉണ്ടാക്കുക. ഉൻസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവും അവനുമായിട്ടുള്ള ബന്ധത്തിന്റെ രസമാണ്, അതിന്റെ സന്തോഷമാണ്. നേരെ മറിച്ച് ഇതെന്ത് ചെയ്യും? കണ്ണിനെ തുറന്നുവിടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഉൻസ് അനുഭവിക്കാൻ, സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയില്ല. പിന്നെ ഒരു ഒറ്റപ്പെടല് അവന്റെ ഹൃദയത്തിൽ വരും, വഹ്ശത്തുണ്ടാകും. അള്ളാഹുമായിട്ടുള്ള ഇബാദത്തുകളിൽ ഒരു സന്തോഷം ഉണ്ടാവുകയില്ല. അത് കണ്ണിന് കുളിർമയേകുകയില്ല. നമസ്കരിക്കുന്നുണ്ടാകാം, നോമ്പെടുക്കുന്നുണ്ടാകാം, ഹജ്ജ് ചെയ്യുന്നുണ്ടാകാം, സക്കാത്ത് കൊടുക്കുന്നുണ്ടാകാം. അത് മുഖേന വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നേട്ടങ്ങൾ എന്താണോ അത് കൈവരിക്കാൻ സാധിക്കുകയില്ല. ഇബാദത്തുകൾക്ക് ലഭിക്കുന്ന ഒരു സുഖമുണ്ട്, ഒരു ലദ്ദത്തുണ്ട്. അതിന്റെ രുചിയും അതിന്റെ സൗന്ദര്യവും ആസ്വദിക്കാൻ എന്ത് ചെയ്യുകയില്ല? ഒരു മനുഷ്യന് സാധിക്കുകയില്ല എന്നുള്ളതാണ്. നാലാമത്തെ ഫായിദ അന്നഹു യുഖവ്വി അൽ ഖൽബ വയുഫ്രിഹു. ആരാണോ കണ്ണിനെ നിയന്ത്രിക്കുന്നവൻ, അത് അവന്റെ ഹൃദയത്തിന് ശക്തിപ്പെടുത്തുന്നു, ഹൃദയത്തിന്, മനസ്സിന് സന്തോഷമുണ്ടാക്കുന്നു. കമാ അന്ന ഇത്ലാഖൽ ബസരി യുദ്ഇഫുഹു വയുഹ്സിനു. ഏതുപോലെ കണ്ണ് സ്വതന്ത്രമായി തുറന്നു വിടുന്നത് അവന്റെ ഹൃദയത്തെ എന്ത് ചെയ്യും? ക്ഷയിപ്പിച്ചു കളയും, ദുർബലപ്പെടുത്തും, അതിൽ ദുഃഖമുണ്ടാക്കി തീർക്കും. എന്നതുപോലെ തന്നെ ആരാണോ കണ്ണിനെ നിയന്ത്രിക്കുന്നവൻ, അത് അവന്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തും. അതേപോലെ തന്നെ മനസ്സിന് നല്ല സന്തോഷമേകുകയും ചെയ്യും എന്നുള്ളതാണ് നാലാമത്തെ ഫായിദ. ഇത് പ്രാവർത്തികമായിട്ട് നമുക്ക് പരീക്ഷിച്ചു നോക്കാവുന്ന കാര്യങ്ങളാണ്. ഒരാൾക്ക് അവന്റെ മുന്നിൽ വരുന്ന നിഷിദ്ധമായ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ, അതിലേക്ക് നോക്കാതെ കണ്ണ് ചിമ്മാൻ ഒരാൾക്ക് സാധിച്ചാൽ, അതിന്റെ സന്തോഷം അവന്റെ മനസ്സിലുണ്ടാകും. അള്ളാഹുവിനെ ഞാൻ അനുസരിച്ചുവല്ലോ എന്നുള്ള സന്തോഷം അവനുണ്ടാകും, സമാധാനം ലഭിക്കും. നേരെ മറിച്ച് ആ ഹറാമുകളിലേക്ക് അവൻ നോക്കുകയാണെങ്കിൽ അവന്റെ മനസ്സിനെ ദുഃഖിപ്പിക്കും, ഹൃദയം ദുർബലമാക്കി തീർക്കുകയും ചെയ്യും. അപ്പോൾ സന്തോഷം യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് നൈമിഷികമായ ഏതെങ്കിലും സുഖങ്ങളിലേക്ക് നോക്കുന്നതിലല്ല, നേരെ മറിച്ച് അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് കണ്ണ് ചിമ്മുന്നതിലാണ് മനസ്സിന് യഥാർത്ഥത്തിൽ സമാധാനവും സന്തോഷവും നൽകുന്നതും അതിനെ ശക്തിപ്പെടുത്തുന്നതും. അഞ്ചാമത്തെ ഫായിദ അൽ ഖാമിസതു അന്നഹു യുക്സിബുൽ ഖൽബ നൂറ. ഇത് ഹൃദയത്തിന് ഒരു പ്രകാശമേകുമെന്നുള്ളതാണ്. കമാ അന്ന ഇത്ലാഖഹു യുൽബിസുഹു ദുൽമ. ഏതുപോലെ കണ്ണിനെ ചിമ്മാതെ അതിനെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ അത് അവന്റെ ഹൃദയത്തിൽ ഇരുളു പടർത്തും, ഹൃദയത്തെ ഇരുളാർന്നതാക്കി തീർക്കും കണ്ണ് തുറന്നു വിട്ടാൽ. ആരാണോ കണ്ണിനെ നിയന്ത്രിക്കുന്നവൻ,
അത് മുഖേന അവന്റെ ഹൃദയത്തിന് ഒരു വെളിച്ചം ലഭിക്കുന്നതാണ്, പ്രകാശം ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് വലിഹാദാ ദക്കറല്ലാഹു സുബ്ഹാനഹു ആയത്തൻ നൂരി ഉഖൈബൽ അംരി ബിഗദ്ദിൽ ബസർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കണ്ണ് ചിമ്മാനുള്ള കൽപ്പന നൽകിയതിന് തൊട്ടുടനെ നൽകിയിരിക്കുന്ന ആയത്ത് അള്ളാഹുവിന്റെ പ്രകാശത്തെ സംബന്ധിച്ച ആയത്തുന്നൂറാണ്. കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങളോട് നബിയെ അവരുടെ കണ്ണുകൾ താഴ്ത്താൻ വേണ്ടിയിട്ട് കൽപ്പിക്ക് പറയേ എന്ന് പറയുന്ന ആയത്തിന് തൊട്ടുടനെ എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആയത്ത് പ്രകാശത്തെ സംബന്ധിച്ച ആയത്താണ്. സുമ്മ ഖാല ഇസ്റ ദാലിക്, ഈ ആയത്തിന് തൊട്ടുടനെ കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും, അങ്ങനെ അവരവരുടെ ലൈംഗികാവയവങ്ങൾ സംരക്ഷിക്കട്ടെ എന്നുള്ള ആയത്തിന് തൊട്ടുടനെ അള്ളാഹു പറയുന്നു അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, അല്ലാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ്. മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്, അവന്റെ ആ പ്രകാശം ഒരു വിളക്കുമാടം പോലെയാണ്, അതിൽ മിസ്ബാഹ് ഉണ്ട് എന്ന് തുടങ്ങുന്നതായ ആയത്തുന്നൂർ അള്ളാഹു തൊട്ടുടനെ കൊണ്ടുവരികയാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല, അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല എല്ലാം പഠിപ്പിച്ച കാര്യം ഇതാണ്. അതായത് മസലു നൂരിഹി ഫീ ഖൽബി അബ്ദിഹി അൽ മുഅ്മിനി അല്ലദി ഇംതസല അവാമിറഹു വജ്തനബ നവാഹിയഹു, ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ അനുസരിക്കുകയും അവൻ വിരോധിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെടിയുകയും ചെയ്യുന്നത്, അങ്ങനെയുള്ള ആളുകളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന പ്രകാശത്തെ സംബന്ധിച്ചാണ് ഈ സൂചന. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്യും? ഈ പ്രകാശം ഇട്ട് നൽകും എന്നുള്ളതാണ് അതിന്റെ വിവക്ഷ എന്ന് ഉലമാക്കൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ് വഇദസ്തനാറൽ ഖൽബു, ഏതൊരുവന്റെ ഹൃദയമാണോ ഈ രീതിയിൽ പ്രകാശമുള്ളതായി തീരുന്നത്, അഖ്ബലത് വുഫൂദുൽ ഖൈറാത്തി ഇലൈഹി മിൻ കുല്ലി നാഹിയ, സകല ഭാഗങ്ങളിൽ നിന്നും നന്മകളുടെ വുഫൂദുകൾ, സംഘങ്ങൾ എന്ത് ചെയ്യും? അവന്റെ ഹൃദയത്തിലേക്ക് മുന്നിട്ട് വരും. ആരുടെ ഹൃദയത്തിലാണോ പ്രകാശമുള്ളത് ആ ഹൃദയത്തിലേക്ക് സകല ഭാഗങ്ങളിൽ നിന്നും ധാരാളം നന്മകൾ, നന്മയുടെ വുഫൂദുകൾ, സാർദ്ധവാഹക സംഘങ്ങൾ തന്നെ എന്ത് ചെയ്യും? വളരെ വേഗത്തിൽ അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും. കമാ അന്നഹു ഇദാ അദ്ലമ അഖ്ബലത് സഹായിബുൽ ബലാഇ വശ്ശരി അലൈഹി മിൻ കുല്ലി മക്കാനിൻ, ഏതുപോലെ ആരുടെ ഹൃദയങ്ങളാണോ ഇരുളടഞ്ഞത് ഈ തിന്മകൾ മുഖേന, കണ്ണുകൾ അഴിച്ചുവിടുന്നത് മുഖേന, ഏതൊരുവന്റെ ഹൃദയത്തിലാണോ ഇരുളാർന്നത് ആ ഹൃദയങ്ങളിലേക്ക് പരീക്ഷണങ്ങളുടെ, നാശങ്ങളുടെ മേഘങ്ങൾ എന്ത് ചെയ്യും? അടിഞ്ഞുകൂടുന്നതാണ്. സകല ഭാഗങ്ങളിൽ നിന്നും ഷർറുകൾ എന്ത് ചെയ്യും? അവന്റെ ഹൃദയത്തിലേക്ക് വരും. തിന്മകൾ അവന്റെ ഹൃദയത്തെ ബാധിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഇമാം അവർ പറയാണ് ഫമാ ശിഅത മിൻ ബിദ്അഇൻ, എന്താണ് ഈ ഷർറുകളുടെ, പരീക്ഷണങ്ങളുടെ മേഘപടലങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരാൾ ഫമാ ശിഅത മിൻ ബിദ്അഇൻ, ഒരു ബിദ്അത്ത് മുന്നിൽ കാണുകയാണ്, വദലാല അല്ലെങ്കിൽ ഒരു വഴികേട്, വത്തിബാഇ ഹവൻ ഇച്ഛയെ പിന്തുടരുക എന്നുള്ളത് അവന്റെ മുന്നിൽ വരികയാണ്, വജ്തിനാബി ഹുദ അള്ളാഹുവിന്റെ സന്മാർഗത്തെ വെടിയുക എന്നുള്ള ഒരു കാര്യം അവന്റെ മനസ്സിൽ വരികയാണ്, വഇഅറാദിൻ അൻ അസ്ബാബി സഅദ സന്തോഷം നൽകുന്ന, വിജയം നൽകുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു കളയാനുള്ള തേട്ടം അല്ലെങ്കിൽ തോന്നൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വരുന്നു. വഷ്തിഗാലിൻ ബി അസ്ബാബി ഷഖാവ പരാജയത്തിന്റെ കാരണങ്ങളിൽ മുഴുകുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വരുന്നു. ഫഇന്ന ദാലിക ഇന്നമാ യക്ഷിഫുഹു ലഹു നൂറു അല്ലദീ ഫിൽ ഖൽബ്, ഇങ്ങനെ ഒരാളുടെ മനസ്സിൽ ഇതുപോലുള്ള കാര്യങ്ങൾ, മോശപ്പെട്ട കാര്യങ്ങൾ വന്നാൽ ഈ ഹൃദയത്തിലുള്ള പ്രകാശം എന്ത് ചെയ്യും? അതവന് വെളിപ്പെടുത്തി കൊടുക്കും. എന്താ, ഈ ബിദ്അത്തിലേക്ക് നീ പോകേണ്ടതില്ല, ഇത് ദലാലത്താണ്, ഇത് വഴികേടാണ്, ഇത് ദുഷിച്ച ഇച്ഛയെ പിന്തുടരലാണ്, ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വിട്ടുപോകലാണ് എന്ന് ഈ പ്രകാശം, ഹൃദയത്തിലുള്ള പ്രകാശം എന്ത് ചെയ്യും? അവന് വഴി കാണിച്ചു കൊടുക്കുന്നതാണ്. ഫഇദാ നഫദ ദാലിക നൂർ, ഒരാളുടെ ഹൃദയത്തിൽ ഈ പറയുന്ന പ്രകാശമില്ല, എന്നാൽ എന്ത് സംഭവിക്കും? ബഖിയ സാഹിബുഹു കൽ അഅമാ, എന്നാൽ അവൻ ഒരു അന്ധനെ പോലെയായി തീരും. അല്ലദീ യജൂസു ഫീ ഹനാദിസി ദുലുമാത്ത്, എങ്ങനെ ഉള്ള അന്ധനാണ്? ഹനാദിസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? മാസത്തിന്റെ അവസാന സമയത്ത് ഉണ്ടാകുന്ന
അതികഠിനമായ രാത്രി, അതികഠിനമായ ഇരുട്ടുള്ള രാത്രി. ആ രാത്രിയിൽ ഒരു അന്ധൻ എങ്ങനെ സഞ്ചരിച്ചു പോകുന്നു, ഒരു അന്ധൻ അതികഠിനമായ രാത്രിയിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എത്രയാണോ അതേപോലെ ഇവൻ എന്ത് ചെയ്തു, അന്ധനായി മാറുന്നതാണ്. അപ്പോ ബിദ്അത്തുകൾ കാണുമ്പോൾ എന്ത് ചെയ്യും, അതിലകപ്പെട്ടു പോകും. ളലാലത്തുകൾ കാണുമ്പോൾ അതിലേക്ക് ചെന്ന് വീഴും. അള്ളാഹുവിന്റെ ശരിയായ മാർഗങ്ങളിൽ നിന്ന് അവൻ തിരിഞ്ഞു നടക്കും. അവന്റെ മനസ്സിന് ബോധനം കൊടുക്കാൻ എന്തുണ്ടാവില്ല, ഈ പ്രകാശം ഉണ്ടാവുകയില്ല. വെളിച്ചം കാണിച്ചു കൊടുക്കാൻ ഈ പ്രകാശം ഉണ്ടാവുകയില്ല. ആരുടെ ഹൃദയത്തിലാണോ ഈ വെളിച്ചമുള്ളത് അവനെന്ത് ചെയ്യും, ഇത് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അവനത് എന്ത് ചെയ്യും, വഴി കാണിച്ചു കൊടുക്കുന്നതാണ് എന്നതാണ്. അസ്സാദിസ, ആറാമത്തെ നേട്ടം, അന്നഹു യൂരിസു ഫിറാസതൻ സ്വാദിഖതൻ. കണ്ണുകൾ ചിമ്മിയാൽ അത് മുഖേന അത് അവൻ അനന്തരമായി നൽകുന്നത് ഒരു ഫിറാസത്താണ്, സ്വാദിഖത്തായ ഫിറാസത്ത് എന്ന് പറഞ്ഞാൽ പുറമെയുള്ള ലക്ഷണങ്ങൾ കൊണ്ട് ഉള്ളിലുള്ള യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനുള്ള ബസീറത്ത്, ഉൾക്കാഴ്ചക്കാണ് ഫിറാസത്ത് എന്ന് പറയുന്നത്. ലക്ഷണങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളെ ഗ്രഹിക്കാനും ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള കഴിവിനാണ് ഫിറാസത്ത് എന്ന് പറയുന്നത്. ഇതൊരു മനുഷ്യന്റെ ഹൃദയത്തിന് നൽകുന്നതാണ്. യുമയ്യിസു ബിഹാ ബൈനൽ ഹഖ് വൽ ബാത്തിൽ. ഇതൊരാൾക്ക് ലഭിച്ചാൽ ഹക്കും ബാത്തിലും വേർതിരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, വേർതിരിച്ച് മനസ്സിലാക്കിയെടുക്കാൻ അവന് സാധിക്കും. വസ്വാദിഖി വൽ കാദിബി, സത്യസന്ധനേതാണ് വ്യാജനേതാണ് എന്ന് വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫായിദയാണ്. കണ്ണിനെ നിയന്ത്രിക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫായിദ ഇതാണെന്ന് പറയാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ ഒരു നന്മ ചെയ്താൽ അതിന് തത്തുല്യമായ സമാനമായ പ്രതിഫലം ചെയ്യും, അവന് കൊടുക്കും. ഒരാൾ ഒരു തിന്മ ചെയ്താൽ അതിന് സമാനമായ ശിക്ഷയാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഇത് ഒരു തത്വമാണ്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഹൽ ജസാഉൽ ഇൻസാനി ഇല്ലൽ ഇൻസാൻ. മനുഷ്യന് നൽകുന്ന പ്രതിഫലം, നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ വേറെ എന്താണ്? ഒരാളൊരു നന്മ ചെയ്താൽ ആ ജിൻസിൽപ്പെട്ട അതേ വർഗത്തിൽപ്പെട്ട നന്മ എന്ത് ചെയ്യും, അള്ളാഹുവിന് പ്രതിഫലമായിട്ട് കൊടുക്കും. അതേപോലെ തന്നെ ഒരാൾ ഒരു തിന്മ ചെയ്താൽ അതേ ഇനത്തിൽപ്പെട്ട ശിക്ഷ എന്ത് ചെയ്യും, അള്ളാഹുവിന് കൊടുക്കും. ثم كان عاقبة الذين أساءوا أسوءا. മോശത്തരം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആക്കിബത്ത് അതേപോലെ തന്നെ ദുഃഖമുണ്ടാക്കുന്നതായ മോശപ്പെട്ട ശിക്ഷയായിരിക്കും എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ജസാഉ വിഫാഖ എന്ന് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അവർക്ക് അനുയോജ്യമായ അവർ ചെയ്തിരിക്കുന്ന ദുഷിച്ച പ്രവർത്തികൾക്ക് ഇത് ഒരു തത്വമാണ്. അതേ തത്വം പ്രകാരമാണ് ഇവിടെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, ഒരാൾ അവന്റെ കണ്ണിനെ നിയന്ത്രിച്ചാൽ അത് മുഖേന എന്ത് ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഉൾക്കാഴ്ച നൽകുന്നതാണ്, ബസീറത്ത് നൽകുന്നതാണ്. നന്മയെയും തിന്മയെയും അവന് കണ്ട് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ശേഷി, ഉൾക്കാഴ്ച എന്ത് ചെയ്യും അല്ലാഹു സുബ്ഹാനഹു. അവൻ കണ്ണ് ചിമ്മുന്നവനാണ് ഹറാമുകളിൽ നിന്ന്. പക്ഷെ അതിനേക്കാൾ അവൻ കണ്ണടച്ചു പോയാലും കാര്യങ്ങൾ സത്യസന്ധമായി വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ഉൾക്കാഴ്ച എന്ത് ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുന്നതാണ്. വകാന ശുജാഉൽ കിർമാനി റഹിമഹുല്ലാഹ് യഖൂൽ, ശുജാഉൽ കിർമാനി പറയുമായിരുന്നു, എന്താണ്, മൻ അമ്മറ വാഹിറഹു ബിത്തിബാഇ സുന്ന. ആരാണോ അവന്റെ ബാഹ്യമായ അവയവങ്ങളെ സുന്നത്തിനെ പിന്തുടരുന്നത് കൊണ്ട് പരിപാലിക്കുന്നത്. ഒരാൾ അവന്റെ ബാഹ്യമായ പ്രവർത്തികൾ സുന്നത്തെ അധിഷ്ഠിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വബാത്തിനഹു ബിദവാമിൽ മുറാഖബ. അവന്റെ ഉള്ളാകട്ടെ അള്ളാഹു എന്നെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ അവന്റെ ഹൃദയത്തെയും അവൻ എന്ത് ചെയ്യുന്നുണ്ട്, വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. എങ്കിൽ വഗദ്ദ ബസറഹു അനിൽ മഹാരിം. നിഷിദ്ധങ്ങളിൽ നിന്ന് ഏതൊരുവനാണോ അവന്റെ കണ്ണുകളെ ചിമ്മുകയും ചെയ്യുന്നത്. വകഫ നഫ്സഹു അനി ശുബ്ഹാത്ത്. ശുബ്ഹാത്തുകളിൽ നിന്ന്, സംശയമുള്ളതായ കാര്യങ്ങളിൽ നിന്ന് അവന്റെ മനസ്സിനെ എന്ത് ചെയ്യുന്നു, തടഞ്ഞു വെക്കുകയും ചെയ്യുന്നു. വഖ്തദാ ബിൽ ഹലാൽ. ഹലാൽ കൊണ്ട് അവൻ അവന്റെ ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ലം തുഖ്തി ലഹു ഫിറാസ. അവന്റെ ഫിറാസത്ത് തെറ്റിപ്പോവുകയില്ല, അവന്റെ ദീർഘവീക്ഷണങ്ങൾക്ക് പിഴവ് സംഭവിക്കുകയില്ല. അതായത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഉൾക്കാഴ്ച നൽകും. എന്നിട്ട് പറയുകയാണ്, വകാന ശുജാഅൻ ലാ തുഖ്തിഉ ലഹു ഫിറാസ. ശുജാഉൽ കിർമാനിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ദീർഘവീക്ഷണമുള്ള ഉൾക്കാഴ്ചയുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണങ്ങൾ ഒരിക്കലും തീരില്ല, പിഴച്ചു പോകലില്ല.
കാരണം ഈ രീതിയിൽ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയാൽ സുന്നത്തുകൾ കൊണ്ട് ബാഹ്യമായ രൂപത്തെയും അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹുവിന്റെ മുറാഖബത്ത് കൊണ്ട് മനസ്സിനെയും അതേപോലെ തന്നെ നിഷിദ്ധങ്ങളിൽ നിന്ന് കണ്ണിനെയും ഒരാൾ സംരക്ഷിക്കുന്നു, ശുബ്ഹാത്തുകളിൽ നിന്ന് മാറി നിൽക്കുന്നു, ഹലാല് കൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെന്ത് ചെയ്യും? ഒരു ഫിറാസത്ത് നൽകും. നന്മയെയും തിന്മയെയും വിവച്ഛേദിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിലുള്ള ദീർഘവീക്ഷണം, ഒരു ഉൾക്കാഴ്ച അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയുന്നു, വല്ലാഹു സുബ്ഹാനഹു യജ്സി അൽ അബ്ദ അലാ അമലിഹി ബിമാ ഹുവ മിൻ ജിൻസി അമലിഹി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് പ്രതിഫലം കൊടുക്കുന്നത്, ഒരാൾ ഒരു അമല് ചെയ്തു, ഒരു പ്രവൃത്തി ചെയ്തു, അതിന് പ്രതിഫലമായി കൊടുക്കുന്നത് ബിമാ ഹുവ മിൻ ജിൻസി അമലി, അവൻ പ്രവർത്തിച്ച പ്രവൃത്തി എന്താണോ അതേ വർഗത്തിൽപ്പെട്ട പ്രവൃത്തി എന്ത് ചെയ്യും? ജസാ, പ്രതിഫലം എന്ത് ചെയ്യും? അള്ളാഹ് അതേ അതിന് സമാനമായിരിക്കുന്ന പ്രതിഫലം അള്ളാഹു കൊടുക്കും. അതുകൊണ്ട് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വമൻ തറക ലില്ലാഹി ഷൈഅൻ അവ്വലഹു അല്ലാഹു ഖൈറൻ മിൻ. ആരാണോ അള്ളാഹുവിന് വേണ്ടി ഒരു നിഷിദ്ധ കാര്യത്തെ ഉപേക്ഷിക്കുന്നവൻ, എന്നാൽ അതിനേക്കാൾ ഉത്തമമായത് എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കും. ഒരാൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ നൈമിഷികമായ എന്തെങ്കിലും ലാഭേച്ഛ ഉണ്ടാക്കുന്ന സുഖം കിട്ടുന്ന നിഷിദ്ധങ്ങൾ വിടുകയാണ്. എനിക്ക് ഈ സുഖം വേണ്ട, അള്ളാഹുവിന്റെ പ്രതിഫലമാണ് എനിക്ക് വേണ്ടത്, അള്ളാഹുവിന്റെ ഇഷ്ടമാണ് വേണ്ടത് എന്നുള്ള ലക്ഷ്യത്താൽ അവന് ചെയ്യാൻ സാധിക്കുന്ന നിഷിദ്ധങ്ങൾ ചെയ്യാതെ മാറ്റിവെക്കുന്നു, ഉപേക്ഷിക്കുന്നു. എന്നാൽ അവൻ അത് മുഖേന ലഭിക്കുന്ന സുഖം എന്താണോ, ആസ്വാദനം എന്താണോ, അതിനേക്കാൾ ഉത്തമമായത് ഖൈറായത് എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫൈദാ ഗദ്ദ ബസറഹു മിൻ അൻ മഹാരിമില്ലാ, അവൻ നിഷിദ്ധങ്ങളിൽ നിന്ന് അവന്റെ കണ്ണിനെ ചിമ്മുമ്പോൾ അവ്വലഹു അല്ലാഹു ബി അൻ യുത്ലിക നൂറ ബസീറതിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായി അതിനേക്കാൾ ഖൈറായ ബസീറത്ത്, ഉൾക്കാഴ്ച, ആ നിഅമത്ത് എന്ത് ചെയ്യുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നു. ഇവദൻ അൻ ഹബ്സി ബസരിഹി ലില്ലാ, അള്ളാഹുവിന് വേണ്ടി അവന്റെ കണ്ണിനെ നിഷിദ്ധങ്ങളിൽ നിന്ന് തടഞ്ഞു വച്ചതിന് പകരമായി കൊണ്ട്. വയഫ്തഹു അലൈഹി ബാബൽ ഇൽമി വൽ ഈമാൻ, അള്ളാഹു അവന്റെ മുന്നിൽ ഇൽമിന്റെ, ഈമാനിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നു. വൽ മഅരിഫത്തി വൽ ഫിറാസ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ജ്ഞാനത്തിന്റെ, അതേപോലെ തന്നെ ഫിറാസത്തിന്റെ, ഉൾക്കാഴ്ചയുടെ, അസ്വാദിക സത്യസന്ധമായ, അൽ മുസീബ ശരിയായതായ ഫിറാസത്ത്, ഉൾക്കാഴ്ചകൾ അള്ളാഹു എന്ത് ചെയ്യുന്നു? അവന് കൊടുക്കുന്നു. അല്ലത്തി ഇന്നമാ തുനാലു ബി ബസീറത്തിൽ ഖൽബ്, അത് എന്ത് ചെയ്യുന്നു? അവന്റെ ഹൃദയത്തിന്റെ ബസീറത്ത് മുഖേനയാണ്, ഉൾക്കാഴ്ച മുഖേനയാണ് ഈ പറയുന്ന കാര്യങ്ങൾ അവന് സാധ്യമാവുക. ഇൽമും അതേപോലെ തന്നെ ഈമാനും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മഹത്തായ ജ്ഞാനവും ഉൾക്കാഴ്ചയുമെല്ലാം ഇത് മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നതാണ്. അപ്പോ കണ്ണിനെ നിയന്ത്രിച്ചാൽ ലഭിക്കുന്ന വലിയൊരു നേട്ടമാണത്. എന്നിട്ട് ഇമാം അവർ പറയുകയാണ്, വദിദ്ദു ഹാദാ മാ വസഫല്ലാഹു ബിഹി അല്ലൂതിയ്യ, ഇതിന് നേരെ വിപരീതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം അവർ ചെയ്ത ദുഷിച്ച പ്രവൃത്തിയെ വിശേഷിപ്പിച്ചത് ഇതിന് നേരെ വിപരീതമായിട്ടാണ്. എന്താണത്? മിനൽ ആമഹില്ലദീ ഹുവ ദിദ്ദുൽ ബസീറ, ബസീറത്തിന് പകരം അള്ളാഹു അവർക്ക് നൽകിയത്, ഉൾക്കാഴ്ചക്ക് പകരം നൽകിയത് അമഹാണ്, അന്ധതയാണ്. അവർ ഈ മ്ലേച്ഛ വൃത്തിയിൽ ഏർപ്പെട്ടപ്പോൾ അവരുടെ ബോധം നഷ്ടപ്പെട്ടു പോയി, അവരുടെ കണ്ണിന്റെ യഥാർത്ഥ കാഴ്ച നഷ്ടപ്പെട്ടു പോയി, അവർ അന്ധന്മാരായി മാറി. ഫഖാല തആല, അല്ലാഹു തആല പറയുന്നു, ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ, താങ്കളുടെ ജീവിതം തന്നെ സത്യം. എന്താണ്? അവർ അവരുടെ ഹൃദയത്തിൽ ലഹരി ബാധിച്ചുകൊണ്ട്, അവർ അവരുടെ കണ്ണിന് അന്ധത ബാധിച്ചുകൊണ്ട് ആ അന്ധതയിൽ വിഹരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് പറഞ്ഞു. ഫവസഫഹും ബിസ്സക്രത്തില്ലതി ഹിയ ഫസാദുൽ അഖൽ, അപ്പോ അല്ലാഹു അവരെ വിശേഷിപ്പിച്ചത് എന്താണ്? ഒന്ന്, സക്രത്ത് കൊണ്ട്, ലഹരി അവരെ ബാധിച്ചുപോയി. ലഹരി ബാധിക്കുന്നത് അവരുടെ ബുദ്ധിക്കാണ്, ബുദ്ധി നഷ്ടപ്പെട്ടവരായി മാറിയവർ. അതുപോലെ വൽ അമഹില്ലദി ഹുവ ഫസാദുൽ ബസീറ, അല്ലാഹു അവർക്ക് എന്ത് ചെയ്തു? അവരുടെ ബസീറത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ബസീറത്തിനെ, ഉൾക്കാഴ്ചയെ നശിപ്പിക്കുന്ന രീതിയിലുള്ളതായ അന്ധത എന്ത് ചെയ്തു? അള്ളാഹു അവർക്ക് കൊടുത്തു. ആർക്ക്? ഈ മ്ലേച്ഛകൃത്യം ചെയ്ത ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹത്തിന്. അപ്പോ ഈ രീതിയിൽ കണ്ണിനെ നിയന്ത്രിക്കാതെ തുറന്നു വിടുന്ന മ്ലേച്ഛകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്യും? അന്ധത കൊടുക്കും. അവന്റെ ബുദ്ധി നശിപ്പിച്ചു കളയും. എന്നാൽ ആരാണോ അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ച്
കണ്ണിനെ നിയന്ത്രിക്കുന്നവൻ, അതിനെ സൂക്ഷിക്കുന്നവൻ, അതിനേക്കാൾ ഉത്തമമായ നിലയിലുള്ള കാഴ്ചകൾ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തുറന്നു കൊടുക്കും. അതുകൊണ്ട് ഫത്തഅല്ലുഖു ബിസ്സുവരി യൂജിബു ഫസാദൽ അഖൽ, സുവർ, ചിത്രങ്ങൾ, മോശപ്പെട്ട ചിത്രങ്ങൾ, രൂപങ്ങൾ, അതുമായിട്ടുള്ളതായ ബന്ധം അത് ബുദ്ധി നശിപ്പിക്കാൻ കാരണമായി തീരും. ബുദ്ധിയുടെ നാശത്തിന് അനിവാര്യമാക്കി തീർക്കും. എന്ത്? ചിത്രങ്ങളോടുള്ള, മോശപ്പെട്ട രൂപങ്ങളോടുള്ള, ദൃശ്യങ്ങളോടുള്ളതായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ബന്ധം. വഅമഹൽ ബസീറ, ബസീറത്തിന്റെ, ഉൾക്കാഴ്ചയുടെ അന്ധതയും എന്ത് ചെയ്യും? അവനെ ബാധിക്കും. വസുഖ്റൽ ഖൽബി, ഹൃദയത്തിൽ ലഹരി ബാധിക്കുന്നതാണ്. കമാ ഖാലൽ ഖായിലു, ഒരു കവി പറഞ്ഞതുപോലെ, സക്റാനു സുക്റു ഹവൻ വസുക്റു മുദാമത്തിൻ വമതാ ഇഫാഖതു മൻ ബിഹി സുക്റാനി. ഇച്ഛയുടെ, മനസ്സിന്റെ ഇച്ഛ മുഖേന ലഹരി ബാധിച്ചിരിക്കുന്നതായ ലഹരി ബാധിതർ, അങ്ങനെ നിരന്തരം ലഹരിയിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾ, ആ ലഹരി എപ്പോഴാണ് അതിൽ നിന്ന് അങ്ങനെ ലഹരി ബാധിച്ചിരിക്കുന്ന ആളുകൾക്ക് ഉണർച്ചയുണ്ടാവുകയില്ല എന്നർത്ഥം. അവർ നിരന്തരം എന്ത് ചെയ്യുന്നിരിക്കുന്നു? അവരുടെ ബുദ്ധി നഷ്ടപ്പെട്ട രീതിയിൽ ആ ലഹരിയിൽ ആവതിച്ചു പോകുന്നതാണ്. അതായത് അന്ധന്മാരായി, ലഹരി ബാധിത, ബുദ്ധി നശിച്ചവരായി മാറിപ്പോകുന്നവരാണ്. ഇവിടെ ഹവയുടെ, ഇച്ഛയുടെ ലഹരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പ്രണയത്തിന്റെ, അതല്ലെങ്കിൽ ഇതുപോലുള്ള മ്ലേച്ഛ കൃത്യങ്ങളുമായിട്ടുള്ള ബന്ധം, അത് മുഖേന മനസ്സിനുണ്ടാകുന്നതായ ഇച്ഛയാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ലഹരിയാണ്. അത് ബാധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതല്ല, സാധ്യമല്ല എന്നാണ്. വഖാലൽ ആഖിർ, മറ്റൊരു കവി പറഞ്ഞു, ഖാലൂ ജുനിൻത ബിമൻ തഹ്വാ ഫഖുൽതു ലഹും അൽ ഇശ്ഖു അഅ്ദമു മിമ്മാ ബിൽ മജാനീനി. ആളുകൾ പറയുകയാണ്, നിനക്ക് നിന്റെ ഈ മനസ്സിലുള്ള ഇച്ഛകൾ മുഖേന, അതായത് ഈ പ്രണയത്തിന്റെ ഇച്ഛകൾ മുഖേന ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. നിനക്കെന്താ, ഭ്രാന്താണോ എന്ന് ചോദിക്കുകയാണ്. എന്റെ ഈ പ്രണയം കണ്ടിട്ട് ആളുകൾ എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് ഭ്രാന്താണോ? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, പ്രണയം എന്നുള്ളത് അത് ഭ്രാന്തിനേക്കാൾ ഗുരുതരമായ കാര്യമാണ്. ഭ്രാന്ത് പിടിച്ചാൽ ഒരാൾക്ക് എന്താണോ അപകടമുണ്ടാകുന്നത് അതിനേക്കാളും ഗുരുതരമായ കാര്യമാണെന്ത്? പ്രണയമെന്ന ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക. അൽ ഇശ്ഖു ലാ യസ്തഫീഖു അദ്ദഹറ സാഹിബുഹു വഇന്നമാ യുസ്റഉൽ മജ്നൂനു ഫിൽ ഹീനി. ഭ്രാന്ത് പിടിച്ച, പിശാച് ബാധിച്ചിരിക്കുന്ന ഒരാൾ വല്ലപ്പോഴൊക്കെയാണ് എന്ത് ചെയ്യുള്ളൂ? മറിഞ്ഞു വീഴുകയുള്ളൂ. പിശാച് ബാധിതൻ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യും? മറിഞ്ഞു വീഴും. എന്നാൽ എന്താണ്? ഇഷ്കിന്റെ, ഈ പറയുന്ന പ്രണയം ബാധിച്ചിരിക്കുന്ന ആളുകൾ, അതിന്റെ ആളുകൾ അവർ കാലാകാലം എന്ത് ചെയ്യും? ഈ പറയുന്ന രീതിയിൽ ബുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ട് ലഹരി ബാധിതനായി ബുദ്ധിയില്ലാത്തവരെന്ത് ചെയ്യുന്നു? തുടരുന്നു. അപ്പോ ഇത് എന്ത് ചെയ്യും? മനുഷ്യന്റെ ഹൃദയത്തെ നശിപ്പിച്ചു കളയുന്ന, ബുദ്ധിയെ നശിപ്പിച്ചു കളയുന്ന, വളരെ അപകടം പിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ബസീറത്തില്ലാതെയാക്കി കളയുന്ന ഒരു കാര്യമാണ്. ആരാണോ അതിനെ സംരക്ഷിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, അവന് വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല പറഞ്ഞത് കാണാം, വഗദ്ദുൽ ബസരി ലൈസ അനിൽ അഷ്ഖാസി ഫഖത്ത്. കണ്ണ് ചിമ്മേണ്ടത് വ്യക്തികളിൽ നിന്ന് മാത്രമല്ല, നിഷിദ്ധമായ ഒരു സ്ത്രീയുടെ ഔറത്തിലേക്ക്, ജീവനോടെ നിൽക്കുന്ന വ്യക്തികളിലേക്കുള്ള നോട്ടം മാത്രമല്ല നിയന്ത്രിക്കേണ്ടത്. ബൽ അനി സുവരി അയ്ദൻ, അവരുടെ ചിത്രങ്ങളിൽ നിന്നും എന്ത് ചെയ്യേണ്ടതുണ്ട്? കണ്ണിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. സുവറുൻ നിസാഇ വൽ മുർദാൻ, സ്ത്രീകളുടെ ചിത്രങ്ങൾ, അതേപോലെ തന്നെ മീശമുളയ്ക്കാത്ത ചെറിയ ആൺകുട്ടികളുടെ ചിത്രങ്ങൾ, അല്ലത്തി തുഅരിദു ഫിൽ ഫളാഇയാതി ഔ ഫി സുഹഫി ഔ ഫിൽ മജല്ലാത്ത്, അല്ലത്തി തുഅറദു ഫിൽ ഫളാഇയാതി ഔ ഫി സുഹഫി ഔ ഫിൽ മജല്ലാത്ത്, അത് സോഷ്യൽ മീഡിയകളിലോ ചാനലുകളിലോ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലോ മാഗസിനുകളിലോ വെളിപ്പെടുത്തപ്പെടുന്നതായ ഇതുപോലുള്ള ചിത്രങ്ങൾ, അതിനെ തൊട്ടും കണ്ണു താഴ്ത്തേണ്ടതുണ്ട്. ഫഹാദിഹി ഫിത്നത്തുൻ തജുറു ഇലൽ ഫാഹിഷതി വൽ ഇയാദു ബില്ലാഹ്, ഇത് വലിയൊരു ഫിത്നയാണെന്ന്. അതെന്ത് ചെയ്യുന്നു? വലിയ മ്ലേച്ഛ കൃത്യത്തിലേക്ക് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? വലിച്ചുകൊണ്ടുപോവുകയാണ്. വഹഉലാഇ അല്ലദീന യദഊന ഹാദിഹി സുവർ അലാ അഗ്ലുഫത്തിൽ കുതുബി വദാഖിലിഹ, ഗ്രന്ഥങ്ങളുടെ പുറംചട്ടകളിലും അതേപോലെ തന്നെ അതിന്റെ ഉൾപേജുകളിലുമെല്ലാം ഇതുപോലുള്ള ചിത്രങ്ങളെ വച്ചിരിക്കുന്നതായ ആളുകൾ, വയൻഷുറൂനഹാ ഫിഷാഷാത്ത്,
സ്ക്രീനുകളിലെല്ലാം അത് പ്രദർശിപ്പിക്കുന്നവർ യഖ്സുദൂന ബിദാലിക അൻ യഫ്തതിന അന്നാസ ബി, ജനങ്ങൾ അത് മുഖേന എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിത്നയിൽ അകപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരാഗ്രഹിക്കുന്നത്, ലക്ഷ്യം വയ്ക്കുന്നത്. വയതഅല്ലഖു ബിഹ, അതുമായിട്ട് ഹൃദയം ബന്ധപ്പെടാൻ വേണ്ടിയിട്ട്. ഫയഖഉ ഫിൽ ഫവാഹിഷ്, അങ്ങനെ ജനങ്ങൾ ഒന്നടങ്കം മ്ലേച്ഛകൃത്യങ്ങളിൽ അകപ്പെടാനാണ് അവരുടെ ലക്ഷ്യം. ഹാദാ ഹുവൽ ഖസ്ദു മിൻ ഹിർസിഹിം അലാ നശ്രി ഹാദിഹി സുവരി ബിഅയ്യി വസീല, ഏത് മാർഗത്തിലൂടെയാണെങ്കിലും ഇതേപോലുള്ളതായ ചിത്രങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നതിലൂടെ അവരുടെ ലക്ഷ്യം അതാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണിനെ ചിമ്മുക എന്നുള്ളത് അത് നേരിട്ടുള്ള നോട്ടത്തിൽ നിന്നാണെങ്കിലും ഇതേപോലുള്ള സ്ക്രീനുകളിലോ അതല്ലെങ്കിൽ പുസ്തകങ്ങളിലോ എവിടെയുള്ള ചിത്രങ്ങളെ തൊട്ടും കണ്ണുകൾ ചിമ്മുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അസ്സാബിഅ, ഏഴാമത്തെ നേട്ടം, അന്നഹു യൂരിസുൽ ഖൽബ സബാതൻ വശജാഅതൻ വഖുവ്വ, ഇത് കണ്ണ് ചിമ്മുന്നത് ഹൃദയത്തിന് അനന്തരമായി നൽകുന്നു, സ്ഥൈര്യം നൽകുന്നു, സബാത്ത് നൽകുന്നു. ഷജാഅത്തൻ, ധീരത നൽകുന്നു. ഒരു മനുഷ്യന് ആളുകളെ അഭിമുഖീകരിക്കാനുള്ള ധീരനാക്കി തീർക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ത്, കണ്ണ് സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക എന്നുള്ളത്. വഖുവ്വത്തൻ, ഹൃദയത്തിന് നല്ല ബലം നൽകുന്നു. ഫജമഅ അല്ലാഹു ലഹു ബൈന സുൽത്താനി അൽ ബസീറത്തി വൽ ഹുജ്ജ, ചില കോപ്പികളിൽ അൻ-നുസ്റത്തി വൽ ഹുജ്ജ എന്നാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന അവന്റെ ഹൃദയത്തിന് ഉൾക്കാഴ്ചയും അതേപോലെ തന്നെ ഹുജ്ജത്തും തെളിവുകളും അതിന്റെ പിൻബലം അല്ലാഹു എന്ത് ചെയ്യുന്നു, അവന് നൽകുന്നു. വസുൽത്താനുൽ ഖുദ്റത്തി വൽ ഖുവ്വ, നല്ല ശക്തിയും കരുത്തും അല്ലാഹു അവന് നൽകും. കമാ ഫിൽ അഥരി, ഒരു അഥറിലുള്ളതുപോലെ, അല്ലദി യുഖാലിഫു ഹവാഹു യഫിറു ശൈത്വാനു മിൻ ദുല്ലി, ആരാണോ ശരീരത്തിന്റെ ദുഷിച്ച ഇച്ഛയോട് എതിര് കാണിക്കുന്നത്, ശൈത്വാൻ അവന്റെ തണലിൽ നിന്ന് ഓടി അകലുന്നതാണ്. ശരീരത്തിന്റെ മനസ്സിന്റെ ഇച്ഛകൾ ഒരു മനുഷ്യനോട് തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഇച്ഛക്ക് അടിപ്പെടാതെ വഴിപ്പെടാതെ അതിനൊരാൾ എതിര് കാണിച്ചാൽ ശൈത്വാൻ എന്ത് ചെയ്യൂല, അവന്റെ അരികിലേക്ക് വരികയില്ല. ശൈത്വാൻ അവനിൽ നിന്ന് ഓടി അകലുന്നതാണ് എന്നതുപോലെ. എന്നാൽ ഒരാൾ അവന്റെ ഹവയെ പിന്തുടരുന്നവനാണ് എങ്കിൽ, ഹവക്കെതിര് പ്രവർത്തിക്കുന്നവനല്ല, തോന്നിയവാസിയായി ജീവിക്കുന്നവനാണ് എങ്കിൽ, ഇത് നേരെ വിപരീതം അവനിൽ നിലേക്ക് കാണാൻ സാധിക്കും. മിൻ ദുല്ലിൻ നഫ്സി വവദാഅതിഹാ വമഹാനതിഹാ വഖിസ്സതിഹാ വഹഖാറതിഹാ, അത് മുഖേന അവൻ എന്ത് ചെയ്യും, നിന്ദ്യനായിത്തീരും, ചെറിയവനായിത്തീരും, അവൻ മ്ലേച്ഛനായിത്തീരും, നികൃഷ്ടനായിത്തീരുന്നതാണ്. മാ ജഅലഹു അല്ലാഹു സുബ്ഹാനഹു ഫീ മൻ അസാ, അങ്ങനെ ഈ നിന്ദ്യതയും നിസ്സാരതയും വലുപ്പച്ചെറുപ്പവുമെല്ലാം എന്ത് ചെയ്യും, അള്ളാഹു അവന് ധിക്കാരം കാണിക്കുന്നവരുടെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിക്കുന്നത് പോലെ എന്ത് ചെയ്യും, ഇവനെ അള്ളാഹു നിസ്സാരനാക്കി തീർക്കുന്നതാണ്. അപ്പോ ഏതൊരുവനാണോ അള്ളാഹുവിനെ അനുസരിക്കുന്നത്, ഇച്ഛകൾക്ക് എതിരായി അവന്റെ പ്രവർത്തികളെ ക്രമീകരിക്കുന്നത്, അങ്ങനെയുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ബലപ്പെടുത്തും. എന്നാൽ ഏതൊരുവനാണോ ഇച്ഛകൾക്ക് അടിമപ്പെടുന്നത്, അവൻ അള്ളാഹു എന്ത് ചെയ്യും, അവൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നു എന്നുള്ള കാരണത്താൽ ധിക്കരിച്ചിരിക്കുന്ന ആളുകളെ പോലെ ഇവനെ എന്ത് ചെയ്യും, നിന്ദ്യനാക്കി തീർക്കുന്നതാണ്. ഏതുപോലെ ഇമാം ഹസൻ റഹിമഹുല്ല പറഞ്ഞതുപോലെ, ഇന്നഹും വഇൻ തഖ്തഖത് ബിഹിമുൽ ബിഗാൽ, അവർ സത്യനിഷേധികളായ ആളുകൾ അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുന്ന ധിക്കാരികൾ, അവർക്ക് അവരുടെ കോവർ കഴുതകൾ, അവരുടെ കഴുതകൾ അത് ധാരാളം ശബ്ദമുണ്ടാക്കുന്നുണ്ടെങ്കിലും, അതായത് വലിയ സാമ്പത്തിക ശേഷി അവർക്കുണ്ടെങ്കിലും, അവരുടെ കച്ചവട ചരക്കുകളുമായി ധാരാളം സമ്പത്ത് അവർക്ക് കുമിഞ്ഞുകൂടുന്നുണ്ട്. അവരുടെ കച്ചവട ചരക്കുകൾ കഴുതകളുടെ മേലെ ചുമന്നുകൊണ്ട് ധാരാളം കഴുതകൾ ഇങ്ങനെ വരുന്നുണ്ട്. വഹംലജത് ബിഹിമുൽ ബറാദീൻ, അവരുടെ വാഹനങ്ങൾ എത്ര വേഗതയിൽ സഞ്ചരിക്കുന്ന മുന്തിയ ഇനം വാഹനങ്ങളാണെങ്കിലും, ബറാദീൻ എന്ന് പറഞ്ഞാൽ നല്ല മുന്തിയ ഇനം വേഗതയിൽ സഞ്ചരിക്കുന്ന കുതിരകളാണ്. അങ്ങനെ ധാരാളക്കണക്കിന് കുതിരകളും വാഹനങ്ങളും ഒരാൾക്കുണ്ട്, വലിയ സമ്പത്ത് ഒരാൾക്കുണ്ട്. എന്നാലും അവർ ചെയ്യുന്ന പാപത്തിന്റെ നിന്ദ്യത അവരുടെ പിരീഡുകളും ഉണ്ടാകും. അവർ അത്ര ഉയർന്ന സ്ഥാനങ്ങളിലാകട്ടെ, സാമ്പത്തിക ശേഷിയുള്ളവരാകട്ടെ, എത്ര പ്രൗഢിയിൽ ജീവിക്കുന്നവരാകട്ടെ,
അവർ ചെയ്യുന്ന തിന്മയുടെ ധിക്കാരത്തിന്റെ അതിന്റെ നിന്ദ്യത അത് അവരുടെ പിരടികളിൽ ഉണ്ടാകും. അബല്ലാഹു ഇല്ല അൻ യുദില്ല മൻ അസാ. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരാളെ നിന്ദ്യതപ്പെടുത്തിയിട്ടല്ലാതെ അള്ളാഹുവിന് തൃപ്തി ഉണ്ടാവുകയില്ല. ആരാണോ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവൻ, അവനോട് അനുസരണക്കേട് കാണിക്കുന്നവൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നിന്ദ്യതയിലാക്കുക തന്നെ ചെയ്യും. അതിന്റെ നിന്ദ്യത അവനെ ചൂഴ്ന്നു നിൽക്കുക തന്നെ ചെയ്യുന്നതാണ്. വഖദ് ജഅല അല്ലാഹു സുബ്ഹാനഹു അൽ-ഇസ്സ ഖരീന ത്വാഅതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തിനെ, പ്രതാപത്തിനെ നിശ്ചയിച്ചിരിക്കുന്നത് അനുസരണത്തിന്റെ കൂട്ടുകാരനായിട്ടാണ്. ആരാണോ അനുസരണയുള്ളവൻ അവൻ അല്ലാഹു എന്ത് ചെയ്യും? ഇസ്സത്ത് നൽകും, പ്രതാപം നൽകും. വദ്ദുല്ല ഖരീന മഅസിയതി. നിന്ദ്യതയെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത് അനുസരണക്കേടിന്റെ കൂട്ടുകാരനായിട്ടാണ്. ആരാണോ അനുസരണക്കേട് കാണിക്കുന്നവൻ അള്ളാഹുവിനെ നിന്ദ്യതയിലാക്കും. ഫഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും അവന്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്തുള്ളത്, പ്രതാപം അവർക്കുള്ളതാണ്, അവരാണ് പ്രതാപശാലികൾ. വഖാല തആല, വീണ്ടും അല്ലാഹു പറയുന്നു, വലാ തഹിനു, നിങ്ങൾ സ്വയം നിന്ദ്യരാണെന്ന് വിചാരിക്കേണ്ടതില്ല. വലാ തഹസനു, നിങ്ങൾ ദുഃഖിതരാവുകയും ചെയ്യേണ്ടതില്ല. വഅൻതുമുൽ അഅലൗന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങളാണ് ഏറ്റവും ഔന്നത്യത്തിലുള്ളവർ. ഈമാനുള്ളവരാണോ, അനുസരണയുള്ളവരാണോ എങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഔന്നത്യമുള്ളവർ. വൽ ഈമാനു ഖൗലുൻ വഅമലുൻ ളാഹിറുൻ വബാത്തിൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ വാക്കുകൾ മാത്രമല്ല, അത് പ്രവർത്തികളും കൂടിയിട്ടാണ്. അതിന് ഭാഗ്യമായ രൂപങ്ങളും ആന്തരികമായ ഒന്നും ഈമാനിന്റെ ഘടകമാണ്. വീണ്ടും അല്ലാഹു പറയുന്നു, മൻ കാന യുരീദുൽ ഇസ്സ, ആരാണോ പ്രതാപം ആഗ്രഹിക്കുന്നവൻ, ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, അല്ലാഹുവിനാണ് പ്രതാപമഖിലവുമുള്ളത്. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ്, അവനിലേക്കാണ് നല്ല വാക്യങ്ങൾ ഉയർന്നു പോകുന്നത്. വൽ അമലു സ്വാലിഹു യർഫഉ, സൽപ്രവർത്തികൾ അവൻ എന്ത് ചെയ്യുന്നു? അവനിലേക്ക് ഉയർത്തുന്നു. അതായത് മൻ കാന യുരീദുൽ ഇസ്സ, ആരാണോ പ്രതാപം ആഗ്രഹിക്കുന്നവൻ, ഫൽയത്ലുബ്ഹാ ബിത്വാഅത്തില്ലാഹി വദിക്രിഹി മിനൽ കലിമി ത്വയ്യിബ് വൽ അമലി സ്വാലിഹ്. എന്നാൽ ആ പ്രതാപം തേടേണ്ടത് എങ്ങനെയാണ്? അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നത് മുഖേന, അവനെ ദിക്ർ ചെയ്യുന്നത് മുഖേന, നല്ല വാക്കുകളിലൂടെ, നല്ല പ്രവർത്തികളിലൂടെ അള്ളാഹുവിനെ അനുസരിക്കുന്നത് മുഖേന ഈ ഇസ്സത്ത് കരഗതമാക്കാൻ എന്ത് ചെയ്തോ? അവൻ പരിശ്രമിച്ചോ. ഇസ്സത്ത് വേണമെങ്കിൽ അവൻ സൽപ്രവർത്തികൾ ചെയ്യട്ടെ, അള്ളാഹുവിനെ കുറിച്ച് സ്മരണകൾ ഉള്ളവനാകട്ടെ. വഫീ ദുആഇൽ ഖുനൂത്ത്, ഖുനൂത്തിന്റെ പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം, ഇന്നഹു ലാ യദില്ലു മൻ വാലൈത്, തീർച്ചയായും അള്ളാഹുവേ, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത്, ആരുടെ കാര്യമാണോ നീ നോക്കി നടത്തുന്നത്, അവൻ ഒരിക്കലും എന്താവുകയില്ല, നിന്ദിതയിലാവുകയില്ല. വലാ യഅ്സു മൻ ആദൈത്, ആരോടാണോ നീ ശത്രുത വെച്ച് പുലർത്തിയത്, അവർക്ക് യാതൊരു രീതിയിലും പ്രതാപവും ലഭിക്കാൻ പോകുന്നില്ല. വമൻ അതാഅ അല്ലാഹ് ഫഖദ് വാലാഹു ഫീമാ അതാഅഹു ഫീ, ആരാണോ അള്ളാഹുവിനെ അനുസരിക്കുന്നവൻ, അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ അള്ളാഹു അവനെ സഹായിക്കുന്നതാണ്. വലഹു മിനൽ ഇസ്സി ബിഹസബി ത്വാഅതി, എത്രത്തോളം ഏത് തോതിലാണോ അള്ളാഹുവിനെ അനുസരിക്കുന്നത് അതേ തോതിൽ അള്ളാഹുവിന് എന്ത് ചെയ്യും? പ്രതാപവും നൽകിക്കൊണ്ടിരിക്കും. വമൻ അസാഹു ഫഖദ് ആദാഹു ഫീമാ അസാഹു ഫീ, ആരാണോ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്നത്, ആ അനുസരണക്കേട് കാണിക്കുന്ന വിഷയത്തിൽ അള്ളാഹു അവനോട് ശത്രുത കാണിക്കുന്നതാണ്. വലഹു മിനദ്ദുല്ലി ബിഹസബി മഅസിയതി, എത്ര തോതിലാണോ ഒരാൾ അനുസരണക്കേടിൽ ധിക്കാരത്തിൽ ഏർപ്പെടുന്നത് അതിന്റെ അതേ തോതിൽ അള്ളാഹു അവൻ എന്ത് ചെയ്യും? ദില്ലത്ത് കൊടുക്കും, അവനെ അള്ളാഹു നിസ്സാരനാക്കുകയും ചെയ്യുന്നതാണ്. ഇതാണ് ഏഴാമത്തെ ഫായിദയായി ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത്. അതായത് കണ്ണിനെ നിയന്ത്രിച്ചാൽ അവന്റെ ഹൃദയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥൈര്യം നൽകും, ധീരത നൽകും, ശക്തി നൽകുന്നതാണ്. അത് മുഖേന അള്ളാഹു അവനെ പ്രതാപത്തിലാക്കും, ഇസ്സത്തിലാക്കും. ആരാണോ അത് ചെയ്യാതെ കണ്ണിനെ തുറന്നു വിടുകയും തിന്മകളിൽ ഏർപ്പെടുകയും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നത്, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദില്ലത്ത് നൽകുന്നതാണ്. അള്ളാഹു അവരെ ചെറുതാക്കി കളയുകയും അവരെ മോശം അവസ്ഥയിലേക്ക് തള്ളുകയും ചെയ്യുന്നതാണ്. ഇനി 3 ഫായിദകൾ കൂടി ഈ വിഷയത്തിൽ ഇമാം അവറുകൾ വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതും അതിനുശേഷം ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള
പ്രതിരോധ വിധിയായി പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യവും ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് അമല് ചെയ്യാനും മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാനും നല്ല തൗഫീഖ് നൽകട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت نستغفرك ونتوب إليك.